ഗൈസ്, ഹായ് ഫ്രണ്ട്സ്. നമ്മളിന്ന് ഫിഷിങ്ങിന് വന്നിട്ടുണ്ട് കേട്ടോ, സ്പ്രിംഗ് ഷോട്ട് ഫിഷിങ്. നമുക്ക് അടിപൊളി സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഹെവി സിലോപ്പിയ, ഹെവി മീനെ ഞാൻ പിടിച്ചില്ലുമ്പോൾ കാണിക്കാം വിശദമായിട്ട്. എവിടെയാണ് നമ്മൾ ഫിഷിങ്? നമുക്ക് ഫസ്റ്റ് ഷൂട്ടിലോട്ട് പോകാം കേട്ടോ. സിലോപ്പിയാനെ കണ്ടിട്ടടിക്കുന്ന സ്ട്രൈക്ക് കിട്ടി കേട്ടോ. ക്യാമറ ഹെഡ് മൗണ്ടിൽ വെച്ചിരിക്കുന്ന മൊബൈലേ ലൂസായി ഇളകിയതാണ്. അതായത് ഈ ഓരോ വരി നമ്മൾ വലിക്കുമ്പോഴത്തേക്ക് ഈ ക്യാമറ കിടന്ന് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു ഷൂട്ടിനും കൂടെ ചെറിയ തോതിലുണ്ട്. അത് കഴിയുമ്പോൾ അത് ഓക്കെ ആകും കേട്ടോ. അത് കഴിഞ്ഞാൽ നമ്മളത് ശ്രദ്ധിക്കുന്നത്. അടിപൊളി ഒരു സിലോപ്പിയ കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഹെവി സാധനം. അങ്ങനെ കാണിക്കാം. ഈ ഷൂട്ടിങ്ങിനാണെന്നും പറഞ്ഞാൽ ബാക്കി പുറകോട്ടുള്ള ഭാഗം കാണാതിരിക്കരുത് കേട്ടോ. അടിപൊളി ഷൂട്ടുകൾ ഇതിനകത്ത് കിടപ്പുണ്ട് വേറെ. ഹെവി സൈസ്, ഹെവി. നമുക്കപ്പോൾ അടുത്ത ഷൂട്ടിലോട്ട് അങ്ങ് പോകാം കേട്ടോ. നല്ല ലോങ്ങിൽ നിൽക്കുന്ന ഒരു സിലോപ്പിയ അവനെ കിട്ടിയിട്ടുണ്ട്. എന്താ വരുന്നത് പൊങ്ങി. നല്ല സൈസ് സാധനം. മുമ്പേ കിട്ടിയ അതിനൊക്കെ കഴിഞ്ഞ് ഒരു ശാലോടെ വലുതാണെന്ന് തോന്നുന്നു. ഈ രണ്ട് ഷൂട്ടിനുള്ളൂ ഈ ക്യാമറയുടെ പ്രശ്നം വരുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ എല്ലാം ക്ലിയർ ഷൂട്ടുകളാണ് കേട്ടോ. ആ കിട്ടിയത് രണ്ടും നല്ല ഹെവി സാധനം. എമ്മാതിരി വൈറ്റായിരുന്നു അറിയോ. പാടുപെട്ട് പുല്ലിനകത്ത് നിന്ന് വലിച്ച് കയറ്റാൻ. ഇത് കണ്ടു നോക്കി, രണ്ട് സെയിം ഒരേ മോഡൽ സാധനം. ക്യാമറയ്ക്കകത്ത് അടുത്ത് പിടിച്ചിട്ട് കൊള്ളുന്നില്ല. അങ്ങനെ നമുക്ക് അടുത്ത ഷൂട്ടിലോട്ട് അങ്ങ് പോവാം. എല്ലാ സിലോപ്പിയാണ് കിട്ടുന്നത് കേട്ടോ അടിക്കുന്നത്. ഓക്കെ, സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. അതടി കിട്ടിയില്ല കേട്ടോ. അത് നമുക്ക് മിസ്സായി. അടുത്ത ഷൂട്ടിൽ നമ്മളവനെ അടിച്ച് കയറ്റുന്നുണ്ട്. ഓക്കെ, അടിയുണ്ട്. വലിയ വലിപ്പമുള്ളതല്ല, എന്നാലും ഇപ്പോൾ കിട്ടിയത് വെച്ച് നോക്കുമ്പം വലിപ്പം ഇല്ല. ലഭ്യത ഇല്ലാത്ത സമയത്ത് ഇതൊക്കെ അത്യാവശ്യം വലിപ്പമുള്ളതായിട്ടാണ് നമുക്ക് അന്ന് തോന്നിയത്. അതങ്ങനെയാണല്ലോ, വലിയവനെ കാണുമ്പോൾ ചെറിയവനോടൊരു ചെറിയ പുച്ഛമൊക്കെ തോന്നും. എനിക്കില്ല കേട്ടോ അങ്ങനെയൊന്നും. ഞാൻ പൊതുവേ വീഡിയോ കാണുന്നവരുടെ ഒക്കെ ഒരു മെൻറ്റാലിറ്റി അങ്ങനെ ആയിരിക്കുമല്ലോ. നല്ല രീതിയിലുള്ള അഭിപ്രായം പറയുന്നവരുണ്ട് കേട്ടോ. നമുക്ക് കമൻറ്റ് വളരെ കുറവാണ് കേട്ടോ. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ, വീഡിയോ നല്ലതാണോ മോശമാണോ എന്നൊക്കെ. നമുക്ക് അടുത്തൊരു ഷൂട്ട് വേണം. ഓക്കെ, സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. അതും വലിയ വലിപ്പം ഇല്ല, ഒരു മീഡിയം സൈസാണ്. മീഡിയം സൈസ് എന്ന് പറയുമ്പോൾ തീരെ ചെറുതാണെന്ന് വിചാരിക്കണ്ട കേട്ടോ. അട്ടി കൊണ്ട് മരയ്ക്കുക മീൻ. അതുകൊണ്ടാണ് ഈ വലിയ ഫൈറ്റ് പോയിട്ടാണ് ഇങ്ങനെ കയറിപ്പോരുന്നത്. ഇതൊക്കെ മോശമാണോ ഈ മീനൊക്കെ? അത്യാവശ്യം സാമാന്യം നല്ല ഹെവി തന്നെയാണ്. ഉണ്ടോ? അതൊക്കെ എന്നാ മോശം. അടിപൊളി സാധനമല്ലേ. ഇതാണോ മോശമാണെന്ന് പറഞ്ഞത്? ആര്? ഞാൻ തന്നെ പറഞ്ഞതാ. അടുത്ത നല്ല പടക്കം പൊടുന്നൊരു ഷൂട്ടാണ് കേട്ടോ. മീനിൻ്റെ ഫൈറ്റ് കാണണമെങ്കിൽ ഈ ഷൂട്ടാണ് കാണേണ്ടത്. അട്ടി കൊണ്ടിട്ട് അവൻ കാണിക്കുന്ന കാട്ടായ മാതിരി
എമ്മാതിരി ഫൈറ്റാണ് അവൻ്റെ. ഇവിടുന്ന് അടിച്ച് അടി കൊണ്ടിട്ട് അങ്ങോട്ട് ഓടുന്നു, അവിടുന്ന് ഓടുന്നു, വെള്ളത്തിൻ്റെ മേളിൽ കൂടെ ചാടുന്നു. കണ്ടോ പോണ പോക്ക് കണ്ടോ, പോക പോലെ എമ്മാതിരി ഫൈറ്റാണ് അവൻ്റെ. അതുകൊണ്ട് കറക്കി കയറ്റാൻ നിന്നില്ല, വലിച്ച് കയറ്റുക. അല്ലെങ്കിൽ അവൻ ആ പുല്ലിനകത്തോട്ടെല്ലാം കയറി വെച്ചു, എന്നിട്ടും കയറി ഉടക്കി. നാശകോശമായി പോയേനെ. അടി കൊണ്ടാകുമ്പോൾ അപ്പുറത്ത് പോകുന്നതുകൊണ്ട് മാത്രം കിട്ടുന്നത്, അല്ലെങ്കിൽ ആ പുല്ലിനകത്തിട്ട് വലിക്കുമ്പോൾ എന്നാ സാധനം മുതല പോലെയാണ് കയറി വരുന്നത്. അടിച്ച് നമ്മുടെ തന്നെ കണ്ണ് തള്ളി പോവുക ആ മുതലിനെയൊക്കെ കണ്ടിട്ട്. ഇത്രയും വലിയ തിലോപ്പിയൊന്നും കഴിഞ്ഞ പ്രാവശ്യമൊന്നും കിട്ടിയില്ല കേട്ടോ. പ്രാവശ്യം ശരിക്കും സാധനമുണ്ട്. എന്തായാലും മാക്സിമം കിട്ടുന്ന അത്രയും പിടിക്കണം. കുറേ നാളായിട്ട് വീഡിയോ എല്ലാം മുടങ്ങി കിടക്കുമായിരുന്നു. അതിൻ്റെ കേട് തീർത്ത് പുറകെ ഇനി വീഡിയോ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം, ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്തേക്കണം, കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. എല്ലാവിധ സപ്പോർട്ടുകളും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എനിക്ക് ഉണ്ടാകണം കേട്ടോ. ഇറ്റ്സ് മൈ റിക്വസ്റ്റ് പ്ലീസ്. ഓക്കെ. ഉണ്ടോ എന്നാ സാധനമാണെന്ന് എനിക്ക് വെടിയും തീർന്ന സാധനം. ത്രാസില്ലായിരുന്നു, ഇല്ലെങ്കിൽ ഇതെല്ലാം തൂക്കി കാണിക്കായിരുന്നു. അടുത്ത പ്രാവശ്യം ആയിക്കോട്ടെ കേട്ടോ. അപ്പം ഫയർ ഫിഷിംഗ് 1977 പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ സൈൻ ഓഫ്.